പ്ലസ് റൂമിലേക്ക് സ്വാഗതം. ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ ഭൂമി ഒരാൾ കള്ളപ്രമാണം ചെയ്തിരിക്കുന്നു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഒരു സോഴ്സിൽ നിന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആധാരം രജിസ്റ്റർ ചെയ്ത് മറ്റൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇനി എനിക്ക് ആ കള്ള ആധാരം അഥവാ കള്ളപ്രമാണം എനിക്ക് റദ്ദ് ചെയ്യാൻ എന്തൊക്കെ വഴികൾ ഞാൻ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സബ്സ്ക്രൈബറുടെ ചോദ്യം. നല്ല ചോദ്യമാണ്. നിരവധി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹവും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവായി എല്ലാവർക്കും വേണ്ടിയാണ് ഈ എപ്പിസോഡ് വിവരിക്കുന്നത്. ഒരു ആധാരം റദ്ദ് ചെയ്യാൻ കഴിയുമോ? ആദ്യം തന്നെ പറയാം, റദ്ദ് ചെയ്യാം. റദ്ദ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശവും അതിൻ്റെ പ്രൊസീജിയറും ഒക്കെ തന്നെ രജിസ്ട്രേഷൻ ആക്ടിനകത്ത് വ്യക്തമായും പറയുന്നുണ്ട്. 83A എന്ന് പറയുന്ന സെക്ഷനാണ്. ഈ രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് 1908 1908 ഈ ആക്ടിനകത്ത് ഞാൻ പറഞ്ഞ സെക്ഷനകത്ത് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭൂമി അങ്ങനെയൊന്നും ആർക്കും ഒരു കള്ള ആധാരം നടത്തി അങ്ങനെ അയാളുടെ കാലത്തോളം ഇല്ലെങ്കിൽ അനന്തര തലമുറയിലേക്കും ആ ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അവകാശം സിദ്ധിച്ചെടുക്കാൻ കഴിയുകയൊന്നും ഇല്ല. കാരണം നിയമം ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അറിയുന്നത് അത് വൈകിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ ആയിട്ട് നിങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാം. ഒന്നാമതായി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ IG തന്നെ നിങ്ങൾക്കൊരു അപേക്ഷ കൊടുക്കാം. അത് ഈ ആക്ടിലെ 11-ാം നമ്പർ ഫോറമാണ് അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കാനുള്ളത്. അത് അവിടെ പോയാൽ ഫോം കിട്ടും. അതുമായി ബന്ധപ്പെട്ട് ഇത് പൂരിപ്പിക്കാൻ അറിയുന്ന ആളുകൾ അവിടെ ചിലപ്പോൾ ഇരിപ്പുണ്ടാവും. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളുടെ നിലയിൽ, ഇല്ലെങ്കിൽ മറ്റൊരാളിനെ കൊണ്ടോ നിങ്ങൾ ആ ഫോം കൃത്യമായും പൂരിപ്പിക്കണം. മറ്റൊന്ന്, പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങളൊന്ന് കൗണ്ടർ വെരിഫൈ ചെയ്യണം. ആധാരത്തിൻ്റെ നമ്പർ, ആധാരത്തിൻ്റെ തീയതി, സർവേ നമ്പർ, റീസർവേ നമ്പർ, ഇതെല്ലാം നിങ്ങൾ കൃത്യമായും പരിശോധിച്ചിരിക്കണം. അല്ലാതെ തെറ്റായ ഒന്ന് കൊടുത്തിട്ട് വീണ്ടും അതിനു വേണ്ടി ഇറങ്ങി കയറാൻ ഒരു അവസരം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ചിലരൊക്കെ മറ്റാരെങ്കിലും കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ എഴുതിപ്പിച്ചിട്ട് പലപ്പോഴും ആധാരം റദ്ദ് ചെയ്യാൻ വേണ്ടി തിരുത്താധാരം ചമയ്ക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഒരു പരിചയമുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെ എൻ്റെ അടുക്കൽ കാര്യം ചോദിച്ചിരുന്നു. നമുക്ക് തിരുത്താധാരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ തിരുത്തുന്നതിന് വേണ്ടി ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഏത് അപേക്ഷ കൊടുത്താലും ആ അപേക്ഷയിൽ പൂർണ്ണതയുണ്ടാകാൻ നമ്മൾ വ്യക്തിപരമായി ശ്രദ്ധ എടുക്കണം. നമ്മൾ ഏൽപ്പിക്കുന്ന ആൾ കൃത്യമായും എല്ലാം ചെയ്യും എന്ന് നിങ്ങൾ ഒരിക്കലും 100% വിശ്വസിക്കരുത്. നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഏത് പെറ്റീഷൻ തയ്യാറാക്കുമ്പോഴും ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ആധാർ നമ്പർ, അതുപോലെ നമ്മുടെ സർവേ നമ്പർ, റീസർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, തണ്ടപ്പേർ നമ്പർ, ആധാരത്തിൻ്റെ നമ്പർ, ആധാരത്തിൻ്റെ തീയതി, ഇതെല്ലാം കൃത്യമായും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു തെറ്റ് വന്നാൽ ആ തെറ്റ് പിന്നെ തിരുത്താൻ നിങ്ങൾ ഓടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 11-ാം നമ്പർ ഫോറത്തിൽ കൃത്യമായും പൂരിപ്പിച്ച് നിങ്ങളുടെ കൈവശമുള്ള ആധാരത്തിൻ്റെ ഒരു പകർപ്പുമായിട്ട് രജിസ്ട്രേഷൻ IG-ക്കാണ് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ സംബന്ധിച്ചൊരു എൻക്വയറി നടത്താൻ അദ്ദേഹം തന്നെ വരണമെന്നില്ല. അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുത്തിട്ട് അവർ ഇത് അന്വേഷണം നടത്തും. അന്വേഷണത്തിന് ശേഷം ആ റിപ്പോർട്ട് ലഭിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹിയറിംഗ് ഉണ്ടാകും. ആ ഹിയറിങ്ങിൽ നിങ്ങളെ വിളിക്കാം. അതുപോലെ ഈ വ്യാജ ആധാരം കള്ളപ്രമാണം ചമച്ച വ്യക്തിയെയും വിളിക്കാം. രണ്ടുപേരെയും വിളിച്ചിട്ട് ഹിയറിംഗ് നടത്തി സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ IG ഇക്കാര്യത്തിൽ ഈ കള്ളപ്രമാണം റദ്ദ് ചെയ്യുന്നതിനുള്ള ഉത്തരവ് ഇടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പ്രാഥമികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ. ഏത് ആധാരവും നമുക്ക് അതുപോലെ റദ്ദ് ചെയ്ത് എടുക്കാൻ കഴിയും. പക്ഷേ അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് 2013 നമ്മുടെ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നത്. കൃത്യമായും പറഞ്ഞാൽ 13/9/2019 ശേഷം ചെയ്ത ആധാരങ്ങൾക്ക് മാത്രമാണ് നമുക്കിങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഒന്നും കൂടി ഞാൻ പറയാം, 13/9/2013 ശേഷം
എഴുതപ്പെട്ട ആധാരങ്ങളാണ് നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഓർത്തിരിക്കുക. അല്ലാതെ ഏതെങ്കിലും ആധാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള ആധാരങ്ങൾ കൂടാതെ തന്നെ നമുക്ക് ഈ പുതിയ ഒരു നിയമം വന്നിട്ടുള്ളത് അറിയാമല്ലോ. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സംരക്ഷണ നിയമമുണ്ട്, സീനിയർ സിറ്റിസൺ പ്രൊട്ടക്ഷൻസ് ആക്ട്, ഈ മെയിൻ്റനൻസ് ആൻഡ് പ്രൊട്ടക്ഷൻസ് ആക്ട്. ഈ ആക്റ്റിൽ പ്രകാരം ഒരു മാതാപിതാക്കൾ മക്കൾക്ക് എഴുതി കൊടുത്ത ആധാരം റദ്ദ് ചെയ്യാൻ ഇപ്പോൾ പ്രൊവിഷൻസ് ഉണ്ട്. അത് മറ്റ് എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ റദ്ദ് ചെയ്യാൻ ചെയ്യുന്ന ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് ഞാൻ IG-ക്ക് പെറ്റീഷൻ കൊടുക്കണം. അതിനുശേഷം അദ്ദേഹം നിങ്ങളെ ഹിയറിംഗ് നടത്തി പിന്നെ വെരിഫിക്കേഷൻസും കഴിഞ്ഞ് ആവശ്യമുള്ള എൻക്വയറിയും ഒക്കെ നടത്തിയതിന് ശേഷം അത് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള വ്യാജ പ്രമാണം റദ്ദ് ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിനെതിരെ സർക്കാരിലേക്ക് ഒരു അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഗവൺമെൻറ്റിലേക്ക് നമുക്ക് അപ്പീൽ കൊടുത്ത് തന്നെ നമുക്ക് ഈ ആധാരം റദ്ദ് ചെയ്യിപ്പിക്കാം. അങ്ങനെ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട റവന്യൂ റെക്കോർഡ്സിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ നമുക്ക് വരുത്തുകയും ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതുകൂടാതെ അത് ഞാൻ പറയുന്നത് ഈ സ്വകാര്യ വിഷയങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയുടെ കാര്യത്തിലാണ് ഞാനിപ്പോൾ ഈ പ്രോസസ്സ് പറഞ്ഞിട്ടുള്ളത്. വ്യാജ പ്രമാണം ചമച്ചും ഉടമസ്ഥൻ അറിയാതെയൊക്കെയുള്ള രേഖകൾ ചമയ്ക്കുന്നതിലാണ് ഈ പറഞ്ഞ പ്രോസസ്സ്. ഇനി മറ്റൊരു തരം റദ്ദാക്കൽ ഉണ്ട് കേട്ടോ, വേറൊന്ന് പൊതു താല്പര്യപ്രകാരം ഉള്ള ചില റദ്ദാക്കലിന് അപേക്ഷകൾ വരാം. അത് ഗവൺമെൻറ് സ്വമേധയാ എടുക്കുന്ന നടപടികളായിരിക്കും. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ സർക്കാരിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഭൂമി എടുക്കപ്പെട്ടു ഇല്ലെങ്കിൽ അതിനുവേണ്ടി മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഭൂമികളിന്മേൽ കയ്യേറ്റങ്ങൾ നടത്തി വ്യാജപ്രമാണം ചമച്ച് ചിലർ അത് കൈവശപ്പെടുത്തുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് അതിൻ്റെ മേൽ തന്നെ നടപടിയെടുക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റിൻ്റെ മേൽ രജിസ്ട്രേഷൻ IG-ക്ക് തന്നെ അത് റദ്ദാക്കുകയും ചെയ്യാം. മാത്രമല്ല അതിലൊരു ക്രിമിനൽ ഒഫൻസാണെന്നും അറിഞ്ഞിരിക്കുക. ഭൂമി കയ്യേറുന്നു, ഇപ്പോൾ സറണ്ടർ ചെയ്യപ്പെട്ട ഭൂമിയാകാം, എന്തെങ്കിലും വികസനത്തിന് വേണ്ടി എടുക്കപ്പെട്ട ഭൂമിയാകാം, സർക്കാരിൻ്റെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരിക്കൽ സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞ ഭൂമിയിൽ വ്യാജപ്രമാണം ചമച്ചുകൊണ്ട് ആരെങ്കിലും അത് കയ്യേറിയാൽ തീർച്ചയായും സർക്കാർ അത് റദ്ദാക്കും. അതിന് നിങ്ങൾക്ക് പിഴയുണ്ടാകും, നിങ്ങൾക്ക് ശിക്ഷയും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള 7 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വരും. നിങ്ങൾ അതിൻ്റെ 2 ലക്ഷം രൂപ വരെ വരുന്ന പിഴ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ശിക്ഷയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സ്വകാര്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭൂമി കയ്യേറിയ വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തി ചമച്ച ആധാരത്തിന് നമുക്ക് റദ്ദ് ചെയ്യുകയും ചെയ്യാമെന്നും ഓർത്തിരിക്കുക. ഇത് പ്രത്യേകിച്ച് ഞാനിത് എടുത്തു പറയുന്നത് ഈ സബ്സ്ക്രൈബറുടെ ചോദ്യത്തിനെ തുടർന്നാണ്. ഇതുപോലുള്ള നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളത് ചോദിക്കുക. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി നൽകാൻ കഴിയാത്ത ഒരു ജോലി ആയതുകൊണ്ട് അക്കാര്യത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളെ അറിയിക്കുന്നു. എന്തായാലും ഇതുപോലുള്ള നിയമപരമായ കാര്യങ്ങൾ ഇനിയും ഈ ചാനലിൽ ഉണ്ടാകും. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.